രാജിവെച്ച നടി അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ പരാതിയുമായി രംഗത്ത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരില് വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളവള ഓരോന്ന് വിളിച്ചു പോരുന്നു. തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഇത്ര വിവരമുണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുക? അറപ്പൊന്നുമില്ലേ? സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു, അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീനാക്കുറുപ്പ് ചേച്ചിയാണ്. ഞാൻ തന്നെ ആ അവതാരം നീനാക്കുറുപ്പ് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. ഈ തോല എന്തോന്നാ പറയുന്നത്? ടിനി ടോമിനോട് ഇക്കാര്യം ചോദിച്ചുവോ? എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? എനിക്ക് കാണണ്ട, വെറുത്തുപോയി. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്തോന്നാടാ അത്? എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീനാക്കുറുപ്പ് ചേച്ചിയെ വിളിച്ചതെന്ന് അസഭ്യ വാക്കുകൾ. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. മലയാളത്തില് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് വിളിച്ചത്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്റെ ഉണ്ടായിട്ടില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണ് നീന ചേച്ചിയെ അന്ന് തല്ലാതെ വിട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെക്കള ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? എനിക്ക് ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് എന്റെ മെന്റൽ ഹെൽത്ത് നശിച്ചു പോകുന്നു പേടിച്ചിട്ട്. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. മതതീവ്രവാദിയാക്കി അവസാനം ജിഹാദി എന്ന് പറഞ്ഞു എന്നെ പറ്റി. കുറച്ച് വർഗീയത കൂടുതലുണ്ട്. ഞാൻ അതും കൂടെ കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി, എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി? എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. എന്നെ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്.